ഡൽഹിയിലെ കുത്തുബ് മിനാർ സമുച്ചയത്തിൽ ചുവന്ന കല്ലിൽ തീർത്ത ഒരു വാതിലുണ്ട്. ഇതൊരു സാധാരണ വാതിലല്ല, ഇതാണ് അലായ് ദർവാസ. 715 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1311 ദില്ലി സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ഖിൽജി പണി കഴിപ്പിച്ചതാണ് ഈ കവാടം. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രൂ ഇസ്ലാമിക് ആർക്കിടെക്ചർ കൊണ്ടുള്ള കെട്ടിടം എന്നാണ് ചരിത്രം പറയുന്നത്. ഇതിനു മുമ്പുള്ള എല്ലാ കെട്ടിടങ്ങളിലും ഇന്ത്യൻ ശൈലിയായിരുന്നു അധികം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇതിലാകട്ടെ പൂർണ്ണമായും പേർഷ്യൻ സ്റ്റൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചുവന്ന മണൽക്കല്ല്, വെളുത്ത മാർബിൾ ഇൻലെ, മനോഹരമായ അറബിക് കാലിഗ്രഫി, ജാമിതീയ ഡിസൈനുകൾ ഇവയെല്ലാം കൂടിച്ചേർന്നപ്പോൾ ഒരു കവാടം തന്നെ ഒരു കലാസൃഷ്ടിയായി മാറി. ആർക്കിടെക്ചറിൽ ഒരു വലിയ വിപ്ലവമായി തീർന്ന ട്രൂ ഡോം സിസ്റ്റം ആദ്യമായി ഉപയോഗിച്ചത് ഈ ഒരു കെട്ടിടത്തിനാണ്. കുത്തുബ് കോംപ്ലക്സിലുള്ള കുവത്തുൽ ഇസ്ലാം മസ്ജിദിലേക്ക് 4 ഭാഗത്ത് നിന്നും കയറി വരാൻ പറ്റുന്ന ഗേറ്റുകൾ നിർമ്മിക്കലായിരുന്നു അലാവുദ്ദീൻ ഖിൽജിയുടെ ലക്ഷ്യം. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് അലായ് ദർവാസ മാത്രമേ പൂർത്തിയാക്കാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ട് അലായ് ദർവാസ വെറും ഒരു എൻട്രൻസ് ഗേറ്റ് അല്ല, ഇന്ത്യയിലെ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ആദ്യത്തെ മഹത്തായ പ്രഖ്യാപനമാണ്. അലായ് ദർവാസയുടെ തൊട്ടടുത്തുള്ള മക്ബറ ഇമാം ജമീൻ എന്നവരുടേതാണ്. സൂഫി വര്യരും ചിസ്തി ത്വരീഖത്ത് സ്വീകരിച്ചവരുമായിരുന്ന അവർ ഇവിടെയുള്ള കുവത്തുൽ ഇസ്ലാം മസ്ജിദിലെ ഇമാമായിരുന്നു. ചരിത്ര രേഖകൾ പ്രകാരം അവർ മധ്യേഷ്യയിലെ തുർക്കിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലെത്തി എന്നാണ് പറയപ്പെടുന്നത്. 1537 ഹിമയൂൺ ചക്രവർത്തിയുടെ ഭരണകാലത്താണ് അവർ വഫാത്താകുന്നത്. അവരുടെ മക്ബറ നിൽക്കുന്ന ഈ ബിൽഡിംഗ് ആണ് കുത്തുബ് കോംപ്ലക്സിലെ അവസാനത്തെ ബിൽഡിംഗ്.